ദാ ഫോണ്. ആരാ? വെള്ളിയാക്കാണ്. ഹലോ അൻവറേ, എന്താ വീട്ടിലെ വിശേഷങ്ങൾ? സുഖാണിക്ക. ഈ സുഖം നിനക്ക് മാത്രം മതിയോ? എന്തായിക്ക അങ്ങനെ പറഞ്ഞത്? ഒരു 2 ദിവസം നമ്മുടെ ഉമ്മാനെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താൻ പറ്റുമോ? വേണ്ട വേണ്ട. അതിപ്പോ ഉമ്മാക്കിവിടെ ഒരു വേറെ മക്കളുണ്ടെന്നുള്ള കാര്യം ഉമ്മാനെ ബോധ്യപ്പെടുത്താനെങ്കിലും 2 ദിവസം അവിടെ കൊണ്ടുപോയി നിർത്ത്. അതല്ലിക്ക പ്രശ്നം. സൗദക്ക് തീരെ സുഖമില്ലാതെ നിൽക്കുക. കുട്ടികളെ നോക്കാൻ തന്നെ ഇപ്പൊ ഒരാളെ കിട്ടുമോ നോക്കുക. ഒരു കാര്യം ചെയ്യാം, കുട്ടികളെ നോക്കാൻ നമ്മൾ ഉമ്മാനെ ഏൽപ്പിക്കാം. ഭാര്യയും ഭർത്താവും ജോലിയുള്ളവരാകുമ്പോ മക്കളെ നോക്കാനും വീട്ടിലെ വേല എടുക്കാനും ചില ആൾക്കാർ ഉമ്മമാരെ നിർത്താറുണ്ടല്ലോ. ശമ്പളം കൊടുക്കുകയും വേണ്ട. എങ്ങനെയുണ്ട്? ഹലോ, ആ, സമീറയാണോ? ഇത് അസീസ്ക്കാണ്. എന്താ വിശേഷങ്ങളൊക്കെ? സുഖാണിക്കാ. എവിടുന്നാ വിളിക്കുന്നേ? ഓഫീസിന്നാ? അല്ല, വീട്ടിന്നാ. ആ, പിന്നെ സമീറ, എന്താക്കാ? ഇവിടെ 2-3 ദിവസം വീട്ടിലാരും ഉണ്ടാവില്ല. ഉമ്മാൻ എന്താ ചെയ്യാ? ഇങ്ങോട്ട് പോന്നോട്ടേക്കാ. ഞാൻ അസ്കർ ഖാനോട് പറയാം. അസ്കർ അവിടെ അല്ലേ? ഉണ്ട്, ഞാൻ ഫോൺ കൊടുക്കാം. വേണ്ട, ഈ പറഞ്ഞാ മതി. അസ്കറിനെ കുറിച്ച് നിനക്ക് നല്ലോണം അറിയാലോ. പറഞ്ഞ് സമ്മതിപ്പിക്കണം. 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ശരിക്കാ, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞോളാം. ശരി. ഇക്ക, അസീസ്ക വിളിച്ചിരുന്നു. 2-3 ദിവസത്തേക്ക് അവിടെ ആരും ഉണ്ടാവൂല. ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവര്. കണക്കായി പോയി. എന്നിട്ട് ആരാന്ന് നോക്കുക? ഞാൻ നോക്കിക്കോളാം ഇക്കാ. നിനക്കേ 3-ാമത്തെ മാസം അത്. റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ ഈ മറന്നോ? 2-3 ദിവസം ഉമ്മാനെ നോക്കിയിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ സഹിച്ചോളാം. ഈ സഹിക്കും. പക്ഷെ ആ വയറ്റിലുള്ള കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ഞാൻ സഹിക്കൂല. ഈ വയറ്റിലുള്ള കുട്ടി നാളെ നമുക്ക് ഉപകാരപ്പെടണമെങ്കിലേ ഇന്ന് നമ്മളെ ഉമ്മാനെയും ഉപ്പാനെയും നന്നായി നോക്കണം. കഴിഞ്ഞ മാസം 2 ദിവസം ഉമ്മാനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നോക്കിയില്ലേ? അന്ന് എനിക്ക് വന്ന അധിക ചെലവ് എത്രയാന്ന് അറിയാൻ എനിക്ക്? ഉമ്മാനെ കാണാൻ വരുന്നവർക്കൊക്കെ ചായയും ചോറും ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ല എനിക്ക്. ചെലവിന്റെ കാര്യമൊന്നും അറിയണ്ടല്ലോ. ഈ അറപ്പുണ്ടാവണ എച്ചി കണക്ക് ദയവ് ചെയ്ത് ഇനി പറയരുത്. പറയും. കാരണം ഇവിടുത്തെ ചെലവൊക്കെ നടത്തുന്നത് ഞാനാ. അല്ലാതെ മാസാമാസം ശമ്പളം വാങ്ങി ഈന്റെ കൈ കൊണ്ട് തരണമൊന്നുമില്ലല്ലോ. ജോലിയുള്ള ഒരു പെണ്ണിനെ കെട്ടിയാൽ മതിയായിരുന്നു. സൗദനെ കെട്ടിയോണ്ട് എന്റെ അൻവർ രക്ഷപ്പെട്ടു. ഓന്റെ ഒരു ഭാഗ്യം. മാസാമാസം ഭാര്യന്റെ ശമ്പളം എണ്ണി വാങ്ങാലോ. ആ അധികാരം കൊണ്ട് തന്നെയാ ഞാൻ പറയണത്. മാസാമാസം എന്റെ ശമ്പളം എണ്ണി വാങ്ങിക്കുമ്പോ കാണിക്കണ പഞ്ചാര വർത്താനം മാത്രം പോരാ. കുറച്ചൊക്കെ എന്റെ കാര്യം കൂടി ശ്രദ്ധിക്കണം. എടീ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എത്ര കാലം എന്റെ ഉമ്മ ഇവിടെ ഒന്ന് താമസിച്ചിട്ട്. മനുഷ്യന്മാരെ ബോധിപ്പിക്കാനെങ്കിലും ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നോക്കണ്ടേ? നിന്റെ ഉമ്മാനും ഉപ്പാനും നീ ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് നോക്കണ്ടല്ലോ. അതുപോലെ തന്നെയല്ലേ എന്റെ ഉമ്മയും? അല്ല, എന്റെ ഉമ്മാക്കും ഉപ്പാക്കും എണീറ്റ് നടക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്. നിങ്ങളമ്മാക്ക് അതില്ല. നീ അസീസ് ഖാന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഉമ്മാക്ക് വേണ്ടി. അസീസ് ഖാന്റെ ഭാര്യയ്ക്ക് ഗവൺമെന്റ് ജോലിയൊന്നുമില്ലല്ലോ. എനിക്ക് ആഴ്ചയിൽ ആകെ കിട്ടുന്നത് ഒരു ഒഴിവാ. അന്നെങ്കിലും ഒരു റെസ്റ്റ് വേണ്ടേ? ഈ ഒരു കാര്യം ചെയ്യും, ഒരാഴ്ച ലീവ് എടുക്ക്. ഇഷ്ടം പോലെ കമ്മ്യൂട്ടർ ലീവ് ബാക്കിയുണ്ടല്ലോ. അയ്യടാ, ഉമ്മാനെ നോക്കാൻ കമ്പ്യൂട്ടർ ലീവ് എടുക്കണ്. മുണ്ടാതെ പൊയ്ക്കോളി അവിടുന്ന്. ഇങ്ങക്ക് അത്ര മാനക്കേടുണ്ടെങ്കിലേ അസ്കറിനോട് വിളിച്ചു പറയ്. ഓന്റെ പെണ്ണുങ്ങൾ ഏതായാലും പൊരയിൽ വെറുതെ നിക്കല്ലേ. പിന്നെ എല്ലാരെയും മയക്കി നിർത്തുന്ന കാര്യത്തില് ഓള് മിടിക്കാണല്ലോ. പക്ഷേ അതൊക്കെ സോപ്പിംഗ് ആണെന്ന് ആർക്കാ അറിയാത്തെ? എനിക്ക് ആരെയും സോപ്പിട്ട് നിർത്തേണ്ട കാര്യമില്ല. ഞാൻ എന്ത് കാര്യം ചെയ്യണത് പഠിച്ചോനെ വിചാരിച്ചിട്ടാ. ആ ബോധം ഇങ്ങക്ക് ഇല്ലാത്തോണ്ടാ ഞാൻ ചെയ്യണ കാര്യമൊക്കെ സോപ്പിംഗ് ആയി ഇങ്ങക്ക് തോന്നണത്. അല്ലേലും ഇന്റെ ഉമ്മാനവിടെ കൊണ്ടുവന്ന് നോക്കണമെന്നല്ലല്ലോ ഞാൻ പറയണത്. മതി മതി, അത്യാവശ്യത്തിനായി. ഞാനൊന്നും പറയണില്ല. ഈ സ്നേഹം കാരുണ്യം എന്നൊക്കെ പറയുന്നതേ മനസ്സിലുണ്ടായി കിട്ടാന്നുള്ളത് പടച്ചോന്റെ ഏറ്റവും വലിയ അനുഗ്രഹ. അത് കഴിഞ്ഞിട്ടേ പണത്തിന് സ്ഥാനമുള്ളൂ. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ അധിക കാലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. 10-70 വയസ്സായ ആ ഉമ്മ ഇനി കൂടുതലൊന്നും നിങ്ങൾ ആരെ ഇടങ്ങേറാക്കൂല. അതിനു മുമ്പ് കിട്ടുന്ന സമയം അതിന്റെ കുരുത്തവും പൊരുത്തവും നേടാൻ നിങ്ങൾ മത്സരിച്ചോളി. ഉമ്മാക്ക് എന്നോട് ഒരു ഇഷ്ടക്കേടുമില്ല. ഇനി ഈ ആവശ്യമില്ലാത്ത കിതാബ് മുഴുവൻ ഓതണ്ട. വെറുതെ ഓതിപ്പോയതാ. ഞാൻ ഇനി ഒന്നും പറയണില്ല. അസീസ്കാക്ക് വിളിച്ചിട്ടൊരു മറുപടി കൊടുത്താളി. അതൊക്കെ ഈ എന്നാണ് പറഞ്ഞാ മതി. ഞാൻ എന്താ പറയണ്ടേ?
എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറഞ്ഞോളാം. അതെനിക്ക് പറ്റൂല. നിങ്ങൾ പറഞ്ഞോളി. ഒഴിവ് കഴിവ് പറയാൻ നിങ്ങളെക്കാളും വലിയ മിടുക്കന്മാര് വേറെ ആരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇന്നെ 2 ദിവസം അവിടെ പോയി നിക്കാൻ അനുവദിക്കും നിങ്ങള്? ഉമ്മാനെ ഞാൻ നോക്കിക്കോളാം. എവിടെ? അസീസ് ഖാന്റെ വീട്ടിലോ? കണക്കായി പോയി. മുമ്പൊരിക്കൽ അവിടെ പോയി ഉമ്മാനെ നോക്കിയാന്റെ കൂലി കിട്ടിയില്ലേ തികച്ചും? അതേ നസീമദാത്തി തന്നെയാണ് ഇപ്പോഴും അസീസ് ഖാന്റെ ഭാര്യ. അതുകൊണ്ട് ആ പരിപാടി നടക്കൂല. എന്തായാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചു. എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കുലുക്കും ഇല്ലല്ലോ. ആ അസീസ് ഖാന്റെ കാര്യം ആലോചിച്ച് നോക്കി. എത്രമാത്രം കഷ്ടപ്പെടണ്ടേ ആ പാവം ഉമ്മയ്ക്ക് വേണ്ടി. പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീട്ടിൽ വരുന്ന അസീസ് ഖാക്ക് എന്ത് ബുദ്ധിമുട്ടാന്നാ. ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ശരീരത്തിന് മാത്രമല്ല, മനസ്സുകൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആരോടെ ഞാനിതൊക്കെ പറയണത്? സിസ്ക, എന്നോട് ഇഷ്ടക്കേട് തോന്നരുത്. ഉമ്മ, നമ്മളൊന്ന് വിരുന്ന് പോന്ന് പറഞ്ഞിട്ടില്ലേ? ഇമ്മ ഞമ്മളെ കൊണ്ടുപോകാൻ വല്യപ്പയും വല്യമ്മയും വരാ പറഞ്ഞിട്ട് എന്താ വരാഞ്ഞേ? നമ്മൾ എങ്ങോട്ടും പോണില്ല. നമ്മൾ വിരുന്ന് പോന്നതേ നിങ്ങൾ ഉപ്പാക്ക് കണ്ടൂടാ. നിങ്ങൾ ഉപ്പാക്ക് നിങ്ങളെക്കാളും വലുത് നിങ്ങളെ വല്യമ്മയാ. ഇവിടെ മാത്രമേ ഉള്ളൊരു വല്യമ്മ. വേറെ നാട്ടിൽ വേറെ എവിടെയും ഒരു ഉമ്മയില്ല. എങ്ങോട്ടും പോകാനും പറ്റൂല. മനുഷ്യനൊരു സ്വസ്ഥതയില്ല. എന്താ പഠിച്ചവനെ ഞാൻ കാട്ടുക? ഞങ്ങള് വിരുന്ന് പോണ മുടക്കിയിട്ട് ഇരിക്കണ കണ്ടില്ലേ സാധനം? നോക്കണ കണ്ടില്ല കുറുക്കന്റെ മാതിരി. എന്തേ മക്കളെ? നിങ്ങൾ ഇവിടുന്ന് പോയാലേ ഞങ്ങൾക്ക് സ്വൈര്യം കിട്ടുള്ളൂ. നിങ്ങളെ കൊല്ലും ഞാൻ. ഞാനിപ്പോ 100 വട്ടം നിങ്ങളോട് ചോദിക്കണ്, എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ട് പോയിക്കോളി. അതല്ലേ പറഞ്ഞത്, ഞാൻ വന്നിട്ട് തീരുമാനിക്കാന്ന്. നിങ്ങളിപ്പോ പോയ ഒരാഴ്ച കഴിഞ്ഞല്ലേ വരിക? ആയുസ് ഉണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരുമല്ലോ. അതിനിടക്ക് തീരുമാനിക്കേണ്ട അർജന്റ് കാര്യങ്ങളൊന്നും ഈ പറയുന്ന വിഷയത്തിലില്ല. വെറുതെ അല്ല എന്റെ ഉമ്മങ്ങളെ പറ്റി പറയണത്. നോക്കുന്നുണ്ടല്ലോ കുറുക്കന്റെ മാതിരി. ഉമ്മയെ കൊണ്ടാവാൻ മക്കളാരും വരൂല. എന്റെ ഉമ്മാക്ക് ഞാനുണ്ടാവും എന്റെ മരണം വരെ.